ഹായ് ഓൾ, ഞാൻ വൈശാഖ്. ഒരു ജോലി എന്ന് പറയുമ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യും, അതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. സോ എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം, ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ്, സോ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് ഈസ് ടു റിസർച്ച് അബൌട്ട് ദ കമ്പനി. ഏത് കമ്പനിയുടെ ജോലിക്കാണോ നിങ്ങൾ പോകുന്നത്, ആ ഒരു കമ്പനീനെ പറ്റി മാക്സിമം കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ്. ഒരു കമ്പനീനെ പറ്റി മാക്സിമം കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഹാവിങ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസോട് കൂടിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം വളരെ ഫ്ലുവൻ്റ് ആയിട്ടും വളരെ കൃത്യതയോടും കൂടി നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സാധിക്കും. സോ അതിനേക്കാൾ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അത് നിങ്ങളുടെ റെസ്യൂമാണ്. റെസ്യൂമിനെ പറ്റി നമ്മൾ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വി റിസർച്ച്ഡ് അബൌട്ട് ദ കമ്പനി. എന്താണ് കമ്പനി, എന്തൊക്കെ കാര്യങ്ങളാണ് ആ കമ്പനി ചെയ്യുന്നത്, കമ്പനിയെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അതിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഉപയോഗിക്കാം, TV, ന്യൂസ് അതുപോലുള്ള മീഡിയാസ് ഉപയോഗിക്കാം. സോ എങ്ങനെയാണെങ്കിലും കമ്പനിയെ പറ്റി മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ്. ഇനി ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡ്രസ്സിംഗ് ആണ്. പണ്ട് കാലത്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരുപാട് സമയം എടുത്ത് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കാര്യമാണ് ഡ്രസ്സിങ്ങിനെ പറ്റി. എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എന്താണ് ഒരു ഫോർമൽ വെയർ എന്നുള്ളത് ഒരുപാട് സമയം എടുത്ത് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കാര്യമായിരുന്നു. ബട്ട് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കറിയാം എന്താണ് ഒരു ഫോർമൽ വെയർ എന്നതിനെ പറ്റി നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഐഡിയ ഉണ്ട്. സോ വാട്ട് കളർ ഡ്രസ് യു ഷുഡ് വെയർ, എന്ത് കളർ പാൻറ്റ് ധരിക്കണം, എന്ത് കളർ ഷർട്ട് ധരിക്കണം, എന്ത് കളർ ഷൂ ധരിക്കണം, എന്ത് കളർ സാരി ധരിക്കണം എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ട്. സോ ഫോർമൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല രീതിയിലൊരു ധാരണയുണ്ട്. സോ സിംപ്ലി സ്പീക്കിംഗ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരുപാട് ഉദിച്ച നിൽക്കുന്ന നിറങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് മിറർ വർക്ക്സ്, ഒരുപാട് സ്റ്റോൺ വർക്ക്സ്, ഓവറായിട്ടുള്ള ഡ്രസ്സുകൾ, ഓവറായിട്ടുള്ള എഴുത്തുകൾ, അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കാം. വളരെ സിമ്പിളായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ശ്രമിക്കുക. കുളിച്ച് വൃത്തിയായി വളരെ ഫോർമലായി ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ശ്രമിക്കുക. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇനി എങ്ങനെയാണ് നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്? ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യുവർ കോൺഫിഡൻസ്. എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളെ നേരിടാൻ സാധിക്കുന്നോ അത്രത്തോളം ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദ ജോബ് വിൽ ബി ഹയർ. കാരണം നിങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ജോലി നേടുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്കിൽസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് സ്കിൽസിനെ പോലെ തന്നെ, അല്ലെങ്കിൽ സ്കിൽസിനേക്കാൾ ഒരു കമ്പനി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ. കാരണം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ അവിടെ ചെയ്യേണ്ടി വരിക. പഠിത്തത്തിന് പുറമെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നേരിടാൻ നിങ്ങൾക്ക് സാധിക്കണം. സോ നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ് വെൻ ഇറ്റ് കംസ് ടു ദ കേസ് ഓഫ് എ ജോബ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടാവുക. ബട്ട് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ കൂടി നിങ്ങളുടെ ശരീരം റിയാക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വേർക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ കൈ ഒരുപാട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും, കാല് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. സോ യു മസ്റ്റ് ബി ഏബിൾ ടു കൺട്രോൾ യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. വളരെ മാന്യമായ രീതിയിൽ, വളരെ പ്ലസൻ്റായ രീതിയിൽ വേണം നിങ്ങളൊരു ഇൻ്റർവ്യൂ റൂമിലോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ കമ്പനീനെ പറ്റി റിസർച്ച് ചെയ്തു, ഡ്രസ്സ് ചെയ്തു, കോൺഫിഡൻസോടും കൂടിയിട്ടും വളരെ നല്ല രീതിയിലുള്ള ബോഡി ലാംഗ്വേജും കൂടിയിട്ടും നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടെക്നിക്കൽ ആസ്പെക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ കൊമേഴ്സ് ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ എക്സ്പെക്ട് ചെയ്യാം. അതൊരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ എന്നുള്ള റൗണ്ടിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് റൗണ്ട് വിൽ ബി ആൻ HR റൗണ്ട്. ആൻഡ് HR റൗണ്ടിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ കൂടുതലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ചോദിക്കുന്നുണ്ടാവുക. പിന്നെ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കമ്പനിയും ഒരു കോളേജിൽ വന്നിട്ടോ, ഒരു സ്കൂളിൽ വന്നിട്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടോ ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടീനെ ഹയർ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു എഞ്ചിനീയറെയാണ് ഹയർ ചെയ്യേണ്ടത്. ഓക്കെ, കേരളത്തിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നു, ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടീനെ ഹയർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു MCA കാരനെയാണ് വേണ്ടത്. സോ ഒരു MCA കോളേജിൽ പോകുന്നു, ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടീനെ ഹയർ ചെയ്യുന്നു. അങ്ങനൊരു പ്രോസസ്സ് ഒരു കമ്പനിയും ചൂസ് ചെയ്യുന്നില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്സ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല, മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാർക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് വേറെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കമ്പനീസ് പലപ്പോഴും ആപ്റ്റ്യൂഡ് ടെസ്റ്റും ഇൻ്റർവ്യൂസും പോലുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് മാർക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്.
ബട്ട് ആ ഒരു കഴിവ് കൊണ്ട് മാത്രം ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെന്നില്ല. ഒരു കമ്പനിയിലെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു എംപ്ലോയി ആവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് നിർബന്ധമില്ല. സോ അത്തരം പാരാമീറ്റേഴ്സ് നിങ്ങൾ മെഷർ ചെയ്യണം. നിങ്ങൾ എത്രത്തോളം ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ആളാണ്, എത്രത്തോളം ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങളൊരു കമ്പനിയിലോട്ട് ഹയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പനി ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ചില ആൾക്കാരുണ്ടായിരിക്കും നല്ല രീതിയിൽ ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, നല്ല രീതിയിൽ കരയുന്ന ആൾക്കാരുണ്ടായിരിക്കും, നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും അതിനെ ഒരു സ്മൈലിംഗ് ഫേസോടുകൂടി നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കണം. ഇനി പറയാനുള്ളത് ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ്. ഒരു ഇൻ്റർവ്യൂവിലെ ദ മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾ ആ ജോലിക്ക് വേർത്തിയായിട്ടുള്ള ഒരാളല്ല എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. കാരണം ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ പോലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് അർഹതയില്ലാത്തൊരു വ്യക്തിയാണ്. സോ പ്രിപ്പയർ വെൽ ഫോർ ദ ജോബ്. ഒരു ജോലിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരിക എന്നുള്ളത് ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം. എഴുതി തയ്യാറാക്കി വായിച്ച് പഠിച്ച് ഒരു കണ്ണാടിയുടെ മുൻപിൽ നിന്ന് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ വരാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. നിങ്ങളുടെ വീക്ക്നെസ്സിനെ പറ്റി ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. സ്ട്രെങ്ത്തിനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി, യുവർ സ്ട്രെങ്ത് മസ്റ്റ് അലൈൻ വിത്ത് യുവർ ജോബ്. ആ ജോലിയുമായി അലൈൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് പ്രസൻറ്റ് ചെയ്യാൻ. ആൻഡ് നിങ്ങളുടെ വീക്ക്നെസ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ജോലിയെ കാര്യമായി ബാധിക്കാത്ത രീതിയിലുള്ള ഒരു വീക്ക്നെസ് വേണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. ആൻഡ് ഇൻ കേസ് ജോലിയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വീക്ക്നെസ് ആണെങ്കിൽ കൂടി അതിനെ മറികടക്കാൻ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്തു എന്നതുകൂടി പറയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വീക്ക്നെസ് ഇല്ല എന്നൊരിക്കലും പറയരുത്. ഇഫ് യു ആർ അണേബിൾ ടു ഐഡൻറ്റിഫൈ യുവർ വീക്ക്നെസ്, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. പിന്നെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങളെ ഹയർ ചെയ്യണം. സോ പറയുക, നിങ്ങളെ ആ ജോലിയുമായി കണക്ട് ചെയ്യുന്ന മാക്സിമം കാര്യങ്ങൾ പറയുക. അതുകൊണ്ടാണ് ആദ്യമേ റിസർച്ച് അബൌട്ട് ദ കമ്പനി എന്ന് പറഞ്ഞത്. അതിനുശേഷം കമ്പനി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാലറിയാണ്. എന്താണ് നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആസ് എ ഫ്രഷർ ഞാനത് എങ്ങനെ ആൻസർ ചെയ്യണം, ആസ് എൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഞാൻ എങ്ങനെ ആൻസർ ചെയ്യണം? ഒരു എക്സ്പീരിയൻസ്ഡ് ആളെ സംബന്ധിച്ച് ഈ ചോദ്യത്തിന് എങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഒരു ഫ്രഷറെ സംബന്ധിച്ച് യു മസ്റ്റ് നോ ഹൗ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരിക്കലും ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഒരു കമ്പനിയിലോട്ട് പോയത്, അതായത് 20,000 രൂപ ശമ്പളം കിട്ടും, 50,000 രൂപ ശമ്പളം കിട്ടും, 1,00,000 രൂപ ശമ്പളം കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടോ, അല്ലെങ്കിൽ ഒരു ജോലിയിലോട്ട് കയറുമ്പോൾ തന്നെ ലക്ഷപ്രഭു ആവാം, അല്ലെങ്കിൽ ഡ്രീം കാർ എടുക്കാം, അല്ലെങ്കിൽ ഡ്രീം ബൈക്ക് മേടിക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടോ ഒരിക്കലും ഒരു സ്ഥാപനത്തിലോട്ട് കയറി ചെല്ലരുത്. വളരെ ലോ ലെവലിൽ വേണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സിനിമ ഫീൽഡ് അല്ലെങ്കിൽ ഫിലിം ഫീൽഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഏതൊരു നടനെയും നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഒരു ഇനീഷ്യൽ ഫേസിൽ അദ്ദേഹം മേടിച്ച സാലറി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ മോഹൻലാൽ എടുത്താലും ഇപ്പോൾ മമ്മൂട്ടി എടുത്താലും ഒരു ഇനീഷ്യൽ ഫേസിൽ ഇപ്പോൾ 1,000-2,000 രൂപയ്ക്ക് അഭിനയിച്ച വ്യക്തികൾ ഇന്ന് കോടികൾക്കാണ് അഭിനയിക്കുന്നത്. ഓരോ സിനിമയ്ക്കും അവർ മേടിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് കോടികളാണ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഫേസ് ഓഫ് യുവർ കരിയർ നിങ്ങൾ എപ്പോഴും സാലറി എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്ററിൽ ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഇൻസ്റ്റെഡ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എക്സ്പീരിയൻസിനാണ്, നോളേജിനാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതിന് വേണം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ. ആ രീതിയിൽ വേണം നിങ്ങൾ എപ്പോഴും മറുപടി കൊടുക്കാൻ. ഒരിക്കലും എനിക്ക് 10,000 രൂപ കിട്ടിയാലേ ജോലി ചെയ്യുള്ളൂ, 20,000 രൂപ പെർ മന്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു എമൗണ്ട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻസ്റ്റെഡ് ഇൻഡയറക്റ്റ്ലി പറയുക, ഓക്കെ ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് സാലറിക്കല്ല, ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, എക്സ്പീരിയൻസ് നേടുക എന്നുള്ളതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ എപ്പോഴും മറുപടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എൻ ഇൻ്റർവ്യൂ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ചോദ്യങ്ങളില്ല എങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാം. കാരണം പല ആൾക്കാരും അവസാനമാവുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും തന്നെ തിരിച്ച് ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല. സോ അങ്ങനെ ചോദിക്കാൻ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ലെങ്കിൽ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ട, നോ ഇഷ്യൂസ്. ബട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ സാധിച്ചാൽ അതെപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ടു റിസർച്ച് അബൌട്ട് ദ കമ്പനിനെ പറ്റി നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നും ആയിരിക്കില്ല. സോ സിമ്പിളായിട്ട് കമ്പനിനെ പറ്റി എന്തെങ്കിലും ചോദ്യം ചോദിക്കാം. ഒരിക്കലും എൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അത്തരം കാര്യങ്ങളെപ്പറ്റി ചോദിക്കരുത്. ആൻഡ് മോറോവർ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയും ചോദിക്കാം, അതായത് ഞാൻ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കണോ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണോ എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പുതുതായിട്ട് പഠിക്കണോ എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ആൻഡ് ത്രൂ ഔട്ട് ദ ഇൻ്റർവ്യൂ വളരെ ഒരു സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ടും വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടും വളരെ എനർജറ്റിക് ആയിട്ടും ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ത്രൂ ഔട്ട് ദ വീഡിയോ നമ്മൾ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്.
സോ ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും അതിനെപ്പറ്റി കിട്ടി എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.